ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്തരമാറ്റിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അഭിയും ജലജയും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ജലജ പറയണം, ഓ എൻ്റെ ദൈവമേ, മുത്തശ്ശനെ ഇങ്ങനൊരു മനസ്സുണ്ടെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലടാ. അല്ല, എന്നാൽ ആ ഒരു കടുത്ത തീരുമാനമായി, അത് വല്ലാത്തൊരു തീരുമാനമായി. ഇപ്പോഴാണ് നിൻ്റെ മുത്തശ്ശൻ്റെ യഥാർത്ഥ സ്വഭാവം എനിക്ക് മനസ്സിലാവുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അമ്മേ, ഇനി മുത്തശ്ശൻ്റെയൊക്കെ മനസ്സ് മാറുന്നത് എപ്പോഴാണെന്ന് പറയാനായിട്ട് പറ്റില്ല. ഇനി ആദർശിനെയും നയനെയൊക്കെ തിരിച്ചിങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരുമോ എന്നാണ് എനിക്കൊരു പേടി. ഇല്ലടാ, മുത്തശ്ശൻ്റെ ഈ ഒരു നിലപാടിൽ ഏതായാലും ആദർശിനെയും നയനെയും ഒന്നും വിളിച്ചുകൊണ്ട് വരാനായിട്ട് പോകുന്നില്ല. ആ കാര്യത്തെക്കുറിച്ച് ഓർത്തും നീയൊന്നും ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യമില്ല എന്നൊക്കെ നമ്മുടെ ജലജ പറയാം. അപ്പോൾ അഭിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം തോന്നുകയാണ്. രണ്ട് കീടങ്ങൾ പോയല്ലോ, ഇനി ഒരെണ്ണവും കൂടി പോയാൽ മതി. ആ ദേവയാനിക്കിട്ട് നല്ല ഇത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണെന്നൊക്കെ പറഞ്ഞപ്പോഴേക്ക് വേണ്ട, ഇനി ആ കാര്യത്തെക്കുറിച്ച് പറയരുത്. കാരണം ഇനിയും നമ്മൾ എന്തെങ്കിലും ഇടങ്കോലിടാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പണി പാടും. എടാ, എങ്കിൽ പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ഏതായാലും മൂർത്തി മുത്തശ്ശനോടൊന്ന് പോയി ചോദിച്ചു നോക്കിയാലോ? അല്ല, നിന്നെ വീണ്ടും മാനേജർ സ്ഥാനത്തേക്ക് എടുത്താലേ രക്ഷപ്പെട്ടല്ലോ. വേണ്ടമ്മേ, ആ ഒരു സാഹസത്തിന് ഏതായാലും മുതിരണ്ട. ഇപ്പം നമ്മൾ അങ്ങോട്ടൊന്നും ചോദിക്കാൻ പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. ചിലപ്പോൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തശ്ശൻ്റെ സ്വഭാവമൊക്കെ മാറി വീണ്ടും ആദർശിനെ വിളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പണി കിട്ടും. എന്നെയാണെങ്കിലും മുത്തശ്ശന് തീരെ കണ്ണെടുത്താൽ കണ്ടൂടാ. അതുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ ചോദിക്കാനായിട്ട് നിൽക്കണ്ടമ്മേ എന്നൊക്കെ പറയാം. ശരി, അങ്ങനെയാണെങ്കിൽ അങ്ങനെ. ഏതായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കുറേ എണ്ണങ്ങളിവിടെ നിന്ന് പോയല്ലോ, മനുഷ്യന് തലവേദന ഉണ്ടാക്കുന്ന കുറേ എണ്ണങ്ങൾ എന്നൊക്കെ പറയാം. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആദർശിനെയാണ്. അപ്പോൾ ആദർശ് ദാമോട്ടനോട് പറയാണ്, ദാമോട്ടൻ ഞാൻ ഇന്ന് പുറത്തേക്ക് പോവാണേ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അതെ സാറേ, ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം എന്താ വേണ്ടത്? എന്താന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കി വെച്ചോളാം. അത് പിന്നെ ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞോളാം. മിക്കവാറും ഞാൻ പുറത്തുനിന്ന് കഴിക്കുന്നതാണ് പതിവ്, പുറത്തുനിന്ന് കഴിക്കാനാണ് സാധ്യത എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അയ്യോ സാറേ, മേഡം വിളിച്ചപ്പോഴേ എന്നോട് പറഞ്ഞതേ ഉള്ളൂ, പുറത്തുനിന്ന് സാറിന് ഒന്നും മേടിച്ച് തരാനായിട്ട് പാടില്ല, എല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുത്തോളൂന്ന് എന്നോട് അമ്മ വിളിച്ചപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. കഴിഞ്ഞപ്പോഴേക്കും അമ്മമാരങ്ങനെയല്ലേ പറയുള്ളൂ. പക്ഷേ എന്നാലും എനിക്കിപ്പോൾ പുറത്തുനിന്ന് കഴിക്കാനാണ് തോന്നുന്നതെങ്കിൽ എനിക്കത് കഴിച്ചില്ലേ മതിയാവുള്ളൂ എന്നൊക്കെ ആദർശ് പറഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിയുന്ന സമയത്ത് ആദർശിൻ്റെ വീടിൻ്റെ മുറ്റത്ത് കാറ് വരികയാണ്. അപ്പോൾ അത് മനസ്സിലായി അനന്തപുരിയിൽ നിന്നാണ് ആ കാറ് വരുന്നതെന്ന്. അങ്ങനെ നമ്മുടെ ദേവയാനി കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സന്തോഷത്തോടെ ഈ നയനയും അതേപോലെ തന്നെ ജയനും ഒക്കെ ഇറങ്ങുകയാണ്. ആഹാ, നിങ്ങളിതെല്ലാവരും കൂടി ഉണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഞങ്ങളെല്ലാവരും ഉണ്ട്. എടാ, എൻ്റെ മകനെ വേറെ വീട്ടിലേക്ക് താമസം തുടങ്ങിയിട്ട് എന്താ അച്ഛനും അമ്മയ്ക്കും കാണാൻ വന്നൂടെ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ അച്ഛാ. നിങ്ങളൊക്കെ കാണാൻ വരുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഞങ്ങളെ ഉടനെ തന്നെ മടങ്ങി പോകും. പക്ഷെ മടങ്ങി പോകുമ്പോൾ ഞങ്ങൾ മാത്രമേ പോകുന്നുള്ളൂ. നയൻ ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് പറയാം. നീ ഇല്ലാതെ ഇവൾക്ക് പറ്റില്ല മോനെ. ഇവൾ ഓരോ ടെൻഷനിലാണ്, മര്യാദക്ക് ഭക്ഷണം കഴിക്കുന്നില്ല, എപ്പോഴും സങ്കടപ്പെട്ടൊരവസ്ഥയിലായിരിക്കുന്നത്. അപ്പം പിന്നെ എനിക്ക് അവളെ തിരിച്ചു കൊണ്ടുപോകാനായിട്ട് പറ്റുമോ? നിൻ്റെ അടുത്ത് നിൽക്കണമെന്നും പറഞ്ഞുകൊണ്ട് വാശി പിടിച്ച് വന്നതാണ് നയന. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് ഞാൻ നയനയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞല്ലേ, ഇവിടുത്തെ സാഹചര്യവും ഇവിടുത്തെ സിറ്റുവേഷൻ എന്നൊക്കെ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. എന്നിട്ട് വീണ്ടും എന്തിനാണ് ഇങ്ങനെ നിർബന്ധം പിടിക്കുന്നത് നയനെ എന്ന് ചോദിക്കാം. അപ്പോൾ ആദർശിൻ്റെ ആ ഒരു ചോദ്യം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നയനയ്ക്ക് ഭയങ്കര ഒരു സങ്കടം തോന്നി. അപ്പോൾ നമ്മുടെ ദേവയാനിയാണെങ്കിൽ മോനെ, നീ നയനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അവൾ പറഞ്ഞതിലും കാര്യമൊക്കെ ഉണ്ട്. അവൾക്ക് അവിടെ ഒരു മനസ്സമാധാനം കിട്ടില്ല. അപ്പോൾ ഞാൻ തന്നെ പറഞ്ഞത് ഇനിയിപ്പോൾ ആദർശിൻ്റെ അടുത്ത് പോയി നിന്നോളനൊക്കെ. എന്തിനാണ് അവൾ അവിടെ ഇട്ട് ടെൻഷൻ അടിപ്പിക്കുന്നത്? നിൻ്റെ കൂടെ നിൽക്കാനാണ് അവൾക്ക് ഇഷ്ടം. അപ്പോൾ അവൾ ഇവിടെ തന്നെ നിൽക്കട്ടേടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഏതായാലും വാ, അകത്തേക്ക് വാന്നും പറഞ്ഞുകൊണ്ട് ഇവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുക. ആ സമയത്ത് നമ്മുടെ ആദർശ് നയനയ്ക്ക് ബെഡ്റൂമൊക്കെ കാണിച്ചു കൊടുക്കുക. അപ്പോൾ ദേവയാനി പറയണം, നമ്മുടെ വീടിൻ്റെ അത്രയും വലിയ ബെഡ്റൂമൊന്നും അല്ല, വലിയ സൗകര്യമൊന്നും ഇല്ല നയന എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അതെന്താമേ അങ്ങനെ പറഞ്ഞത്? ഞാൻ ഇതിനെക്കാലം തീരെ മോശം ഇതിലല്ല ഞാൻ ജീവിച്ചിരുന്നത്. ഇതിനെക്കാലം ചെറിയൊരു സാഹചര്യത്തിലാണ് ഞാൻ ജീവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ എനിക്ക് വലിയൊരു രാജകൊട്ടാരം പോലെ തന്നെയാണ് അമ്മ എന്നൊക്കെ നയന പറയാം. എന്നിട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും ഇത് ചെറുതാണെങ്കിലും ഇപ്പോൾ ഇവിടുത്തെ സഹിച്ചേ മതിയാവുള്ളൂ മോളെ.
മോള് ഇവിടെ ആദർശിൻ്റെ ഒപ്പം നിൽക്കാനാണല്ലോ തീരുമാനിച്ചത്. അപ്പോൾ ഇതെല്ലാം സഹിച്ചൊക്കെ നിൽക്കണം എന്ന് പറഞ്ഞപ്പോഴേക്കും അതിനൊന്നും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ നമ്മുടെ ആദർശാണെങ്കിൽ അമ്മേ ഞാൻ ഇങ്ങോട്ട് വന്നതിലൊക്കെ വ്യക്തമായ കാരണമുണ്ടെന്ന് ഞാൻ നയനയോട് പറഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് ഇവിടെ ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. ആ ലക്ഷ്യങ്ങളെല്ലാം പൂർത്തിയാക്കണം എനിക്ക് മോനെ. അത് നയന എന്നോട് പറഞ്ഞായിരുന്നു. പക്ഷേ എന്തൊക്കെ വന്നാലും നിനക്കിപ്പോൾ നയന കൂട്ടിൻ്റെ ആവശ്യമാണ്. നയനയ്ക്കും അതേപോലെ തന്നെ നിൻ്റെ ആ ഒരു പരിഗണന എപ്പോഴും അവൾക്ക് ആവശ്യമാണ്. എന്നാലേ അവൾക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. അവളുടെ വയറ്റിൽ നിൻ്റെ കുഞ്ഞാണെന്ന് നീ ചിന്തിക്കണം. അപ്പോൾ അവൾ നല്ല സന്തോഷത്തോടെ ഇരുന്നില്ലെങ്കിൽ ബാധിക്കാൻ പോകുന്നത് നിൻ്റെ കുഞ്ഞിനെയും കൂടിയാണ്. അപ്പം അതുകൊണ്ട് നിൻ്റെ കൂടെ നിൽക്കുന്നതായിരിക്കും നല്ലത്. ശരി, അങ്ങനെ ആയിക്കോട്ടെ അമ്മേ. ഞാനേ ഒന്ന് അച്ഛനെ പോയി കണ്ടിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് നേരെ ആദർശം നേരെ അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പോൾ ദേവി അതിനെ പറഞ്ഞ് കുറേ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയാണ്. മോളെ ഇവിടെ ആരും ഇല്ലെന്ന് വിചാരിച്ച് ഒന്നിനൊരു കുറവും വരാൻ പാടില്ല. മോളുടെ ആരോഗ്യവും കുഞ്ഞിൻ്റെ ആരോഗ്യവും ഒക്കെ നോക്കണം. നന്നായിട്ട് ഭക്ഷണം കഴിക്കണം. എല്ലാ കാര്യങ്ങളും വേണ്ട വിധത്തിൽ ചെയ്യണം കേട്ടോ. അതൊക്കെ എനിക്കറിയാമല്ലോ അമ്മേ. എൻ്റെ വയലിൽ കുഞ്ഞുള്ള കാര്യവും ഒക്കെ എനിക്കറിയാം. അതിൻ്റെ ഉത്തരവാദിത്തോടു കൂടി തന്നെ ഞാൻ ചെയ്യുള്ളൂ. പിന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇനി അത്യാവശ്യം ചില ജോലികളൊക്കെ ചെയ്യാമെന്ന്, യാത്രയും ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവർ പേടിക്കേണ്ട സിറ്റുവേഷനൊക്കെ മാറിക്കഴിഞ്ഞു അമ്മേ. ഡോക്ടർ അങ്ങനെ പറഞ്ഞാലും കൂടുതൽ യാത്രയൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ജോലിയും കൂടുതൽ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇല്ലമ്മേ, അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കുക. ഞാൻ അങ്ങനെ കൂടുതൽ ജോലിയൊന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല എന്നേ. അങ്ങനെ നമ്മുടെ ആദർശും അതേപോലെ തന്നെ ജയനും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ ആദർശ് ജയനോട് പറയാണ്, അച്ഛാ ഞാൻ പറഞ്ഞല്ലോ അച്ഛാ, നമ്മളെ ചതിക്കാൻ വേണ്ടി തന്നെ ആരും മുൻകൈ എടുത്ത് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതാരാണ്, എവിടെ നിന്നാണ് തുടക്കം എന്നൊക്കെ എനിക്ക് അറിഞ്ഞാൽ മതിയാവുള്ളൂ. ഈ എൻ ജ്വല്ലറിയിലെ ഡേവിഡ് എന്ന് പറഞ്ഞ അയാൾ ശരിക്കും ആരാണ്, എന്തിനു വേണ്ടി നമ്മുടെ കുടുംബത്തെ തകർക്കാൻ വേണ്ടി വന്നു എന്നൊക്കെ എനിക്ക് മനസ്സിലാക്കണം അച്ഛാ. അതിനു വേണ്ടി തന്നെയാണ് കൂടുതലും ഞാൻ ആ വീട്ടിൽ നിന്ന് മാറി താമസിക്കാനായിട്ട് തീരുമാനിച്ചത്. അല്ലാതെ എന്തിനാ അവിടെ നിന്ന് പിണങ്ങി പോരുന്നത്, എൻ്റെ കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഞാനേതായാലും അച്ഛനോടൊന്ന് സംസാരിച്ച് നോക്കാം എന്ന് പറഞ്ഞപ്പോഴേക്കും വേണ്ട അതിൻ്റെ കാര്യമൊന്നുമില്ല. മുത്തശ്ശനെ ഈ കാര്യത്തിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യമേ ഇല്ല. മുത്തശ്ശൻ എൻ്റെ മേലൊരു അങ്ങനെ ഒരു കടുത്ത തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ടെന്നേ ഞാൻ പറയുള്ളൂ. കാരണം മുത്തശ്ശന് ഇതേപോലൊരു തകർച്ച സംഭവിച്ചിട്ടില്ലല്ലോ. എല്ലാത്തിനും കാരണക്കാരൻ ഞാനല്ലേ. അപ്പോൾ ഞാൻ തന്നെ ഇതിനൊരു പരിഹാരം കണ്ടേ മതിയാവുള്ളൂ. ഇതിൽ ഉൾപ്പെടുത്താനായിട്ട് ഞാൻ ആരെയും തയ്യാറല്ല. പിന്നെ ഇപ്പം നയനയും കൂടി വന്നിട്ടുണ്ട്. നയനയും കൂടി വന്നതിൽ എനിക്ക് വളരെയേറെ സന്തോഷം മാത്രമേ ഉള്ളൂ എന്നൊക്കെ ജയനോട് ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ പിന്നീട് ഈ ജലജയെയും അതേപോലെ തന്നെ അഭിയേയും കാണിക്കണം. അപ്പോൾ നമ്മുടെ അഭിയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെ വരികയാണ്. എടാ കേക്ക് മേടിച്ചു എന്നൊക്കെ ചോദിച്ചപ്പോൾ കേക്കൊന്നും മേടിച്ചില്ല, പക്ഷേ ഞാൻ ചോക്ലേറ്റ് മേടിച്ചിട്ടുണ്ട്. കേക്കും മുറിച്ച് ഇവിടെ ആഘോഷിക്കാനായിട്ട് പറ്റില്ലല്ലോ. അങ്ങനെ മുറിച്ച് ആഘോഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലവരൊക്കെ നമ്മളെ പഞ്ഞിക്കിടും. അതുകൊണ്ട് ഞാൻ കേക്ക് മേടിച്ചില്ല അമ്മേ. ആദ്യം അമ്മ ഈ ചോക്ലേറ്റ് കഴിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ചോക്ലേറ്റ് കൊടുക്കുകയാണ്. അങ്ങനെ ജലജയാണെങ്കിൽ ഭയങ്കര ഒരു സന്തോഷത്തോടെ ആ ചോക്ലേറ്റ് കഴിക്കുകയും ചെയ്യണം. ഏതായാലും മധുരം തിന്ന് നമ്മൾ ആഘോഷിച്ച് രണ്ടെണ്ണോ ഇവിടെ ഇല്ലല്ലോ. ഇനി ആ ദേവയാനയും കൂടി ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ സമാധാനമായി നമുക്കിവിടെ സന്തോഷമായിട്ട് ജീവിക്കാം. അതിൽ പരം സന്തോഷം ഇനി കിട്ടാനില്ല അമ്മേ എന്നൊക്കെ പറയുക. അതേതായാലും നീ പറഞ്ഞ സത്യം തന്നെയാണ് മോനെ. നമുക്ക് അതിൽ പരം സന്തോഷം ഇനി കിട്ടാനില്ല. കൂടുതൽ സന്തോഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നവ്യയെ സൂക്ഷിക്കുകയും ചെയ്യണം. രണ്ടെണ്ണവും പോയല്ലോ. ദൈവമേ, എല്ലാം മുടിഞ്ഞടങ്ങി പോയാൽ മതിയായിരുന്നു. എന്നിട്ട് ഞങ്ങൾക്ക് ഇവിടെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഒരിത് തരണമേ ദൈവമേ എന്നൊക്കെ പറയുമ്പോഴാണ് അവന്തികയുടെ വരവ്. അപ്പോൾ അവന്തിക ചോദിക്കുകയാണ്, അവരെ ഇറങ്ങിപ്പോയതിൽ നിങ്ങൾ എന്തിനിങ്ങനെയൊക്കെ പറയുന്നത്? ഒരു കുടുംബം തകർന്നൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ആദർശേട്ടനും നേനേട്ടത്തിയാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നത്. ഇതിൽ സന്തോഷിക്കേണ്ട കാര്യം വല്ലതും ഉണ്ടെന്ന് ചോദിച്ചപ്പോഴേക്കും എടി അതെ, ഞങ്ങൾക്ക് സന്തോഷം തന്നെയാണ്. അവരായിരുന്നു ഞങ്ങൾക്ക് ഈ വീട്ടിലെ പാര. ആ പാരയാണ് ഒഴിഞ്ഞു പോയിരിക്കുന്നത്. അതിൽ ഞങ്ങൾ സന്തോഷം കൊണ്ട് മതിമറക്കുന്ന ഒരിത് തന്നെയാണെന്നൊക്കെ പറയാണ്. എന്നാലും ഇങ്ങനെയൊന്നും ചെയ്യാനായിട്ട് പാടില്ല, അങ്ങനെ സന്തോഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറയുമ്പോൾ നീ ഇപ്പോൾ അവരുടെ പക്ഷത്താണെന്നറിയാം. അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതലൊന്നും പറയാനില്ല അമ്മേ. അമ്മയുടെ ഈ സ്വഭാവം കൊണ്ടായിരിക്കും അച്ഛൻ അമ്മ ഇട്ടിട്ട് പോയത്. അല്ലെങ്കിലും എന്ത് കാരണം കൊണ്ടാ അച്ഛനെ മുത്തശ്ശനോടൊന്ന് ഓടിച്ചത്? അതിന് വ്യക്തമായ കാരണം വല്ലതും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും നിന്റെ അച്ഛൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ്. അയാളെ ഒരു തരികിടയായിരുന്നു. അയാൾ തരികിടയായത് കൊണ്ടാണ് അച്ഛനെ ഈ വീടിന്ന് അടിച്ച് പുറത്താക്കിയത്. പിന്നെ അച്ഛനൊന്നും അങ്ങനെയായിരിക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, അമ്മയുടെ സ്വഭാവം കാരണം തന്നെയായിരിക്കും. അമ്മയ്ക്കും അച്ഛൻ്റെ ഒപ്പം കൂടെ പോകാമായിരുന്നില്ലേ? അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ. എങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. അയാളുടെ ഒപ്പം ഞാൻ ഇറങ്ങിപ്പോയിരുന്നെങ്കിലേ നിനക്കും നിന്റെ ചേട്ടനൊന്നും ഇതേപോലെ നന്നായിട്ട് ജീവിക്കാനായിട്ട് പറ്റില്ലായിരുന്നു. അയാൾ എന്തെങ്കിലും ഉണ്ടാക്കോ
പിച്ചച്ചട്ടി എടുക്കേണ്ടി വന്നാലായിരുന്നു, പിച്ചച്ചട്ടി. നീ എവിടെയെങ്കിലും ഏതെങ്കിലും അതെ വീട്ടിൽ പോയി പാത്രം കഴുകി ജീവിക്കേണ്ടി വന്നാനായിരുന്നു. ഇപ്പം നീ അയർലാൻഡിലൊക്കെ പോയി പഠിച്ചല്ലോ, പഠിച്ച് നല്ല ഗെറ്റപ്പിലൊക്കെ ആണല്ലോ ഇങ്ങോട്ട് വന്നത്. അതെന്തുകൊണ്ടാ? ഞാൻ ആ ഒരു കടുത്ത തീരുമാനം എടുത്തുകൊണ്ട് ഈ വീട്ടിൽ തന്നെ പിടിച്ചു നിന്നത് കൊണ്ടാണ് നിനക്ക് അയർലാൻഡിലൊക്കെ പോയി പഠിക്കാനായിട്ട് സാധിച്ചത്. അമ്മേ, അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. ചിലപ്പോൾ അച്ഛനിപ്പോൾ വലിയ നിലയിലേക്കാണ് ജീവിക്കുന്നതെങ്കിലോ, നല്ല ബിസിനസ്സൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് ജീവിക്കുന്നതെങ്കിലോ. അയാൾ ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല. കാരണം അയാൾക്ക് ബുദ്ധിയില്ല, ഇവനെ പോലെയാ. ചില മണ്ടത്തരങ്ങളെല്ലാം കാണിക്കുള്ളൂ. എത്രയൊക്കെ വന്നാലും അയാൾ ഉയരങ്ങളിലേക്ക് പോകൂല എന്നൊക്കെ പറയാം. അമ്മയ്ക്ക് അങ്ങനെ പറയാം. പക്ഷേ അച്ഛൻ്റെ ഭാഗത്തും എന്തെങ്കിലുമൊക്കെ ന്യായം ഉണ്ടെങ്കിലോ എന്നെങ്കിലും ചോദിക്കണം. എന്താടി നീ അയാളെ കണ്ടിട്ട് പോലുമില്ല. നിനക്ക് 28 കെട്ടിക്കൊണ്ടിരിക്കുന്ന ആ സമയത്താണ് അയാളെ അച്ഛൻ അടിച്ച് പുറത്താക്കിയത്. അന്ന് പോയത് അയാൾ. എന്നിട്ട് അയാളെക്കുറിച്ച് നീ എന്തിനാണ് ഇത്ര വേവലാതിപ്പെടുന്നത്? അയാൾ നിനക്കൊരു ഉപകാരമില്ലാത്ത മനുഷ്യൻ, എന്നിട്ട് അയാൾക്ക് സപ്പോർട്ട് ചെയ്ത് ജീവിക്കുന്നോ നീയാ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് അഭിയാണെങ്കിൽ കണ്ടോ അമ്മേ, അല്ലെങ്കിൽ നമ്മൾ വെറുക്കുന്നവരെയൊക്കെയാണ് ഇവള് സ്നേഹിക്കുന്നത് എന്നൊക്കെ പറയാ. എടീ, നീ ഏതായാലും അവരെ സ്നേഹിച്ച് നിന്നോ. നിന്റെ കല്യാണമൊക്കെ അടിപൊളിയായിട്ട് നടക്കണ്ടേ? അവരെ മണിയടിച്ച് നിന്നാൽ മാത്രമേ നിനക്ക് നല്ല നിലയിൽ വീണ്ടും ജീവിക്കാനായിട്ട് പറ്റുള്ളൂ. അതൊക്കെ എനിക്ക് മനസ്സിലായ കാര്യമാണ്. ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മ ഒരിക്കലും എല്ലാ കാര്യങ്ങളും അറിയും, അതുവരെ വെയിറ്റ് ചെയ്യാമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഈ അനാമിക അവന്തിക അവിടെ നിന്ന് പോവാണ്. പോയി കഴിഞ്ഞപ്പോഴേക്കും എന്താമ്മ ഇവൾ ഇങ്ങനെ മാറിയത്? നമ്മുടെ ഒപ്പം സപ്പോർട്ട് നിൽക്കേണ്ട ഇവള് ഇപ്പം അവരോടൊപ്പം നിൽക്കുന്നു. ഇവൾക്കിട്ട് 2 പൊട്ടിക്കണ്ടേ അമ്മ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വേണ്ട, അവളുടെ ഇഷ്ടത്തിന് അവളെ വിട്ടേര്. കാരണം അവരെ മണിയടിച്ച് നിന്നോട്ടേന്നേ, എന്നാലേ നമുക്കും ഗുണമുള്ളൂ അവൾക്കും ഗുണമുള്ളൂ. അവളുടെ കല്യാണത്തിന് നല്ല ആഡംബര കല്യാണം തന്നെ നടക്കണ്ടേ, അതിന് അവരെ മണിയടിച്ച് നിന്നിട്ടേ കാര്യമുള്ളൂ, അല്ലെങ്കിൽ ഒരു കാര്യമില്ല. അതുകൊണ്ട് അവളുടെ ഇഷ്ടത്തിന് ചെയ്തോട്ടെ, നമ്മൾ നമ്മളുടെ രീതിയിൽ നടക്കുന്നുണ്ടല്ലോ, അത് മാത്രം മതി എന്നൊക്കെ പറയാം. അങ്ങനെ പിന്നീട് നമ്മുടെ ദേവയാനിയെ കാണിക്കണം. അപ്പോൾ ദേവയാനിയോട് വീണ്ടും ദേവയാനി നയനോട് കൂടുതൽ സംസാരിക്കുകയാണ്. മോൾക്ക് ദാമോദരൻ എന്ന് പറഞ്ഞ ആള് നല്ല വിശ്വസ്തനാണ്, എന്ത് കാര്യം ഉണ്ടെങ്കിലും മോൾക്ക് ചെയ്തു തരും. വേണമെങ്കിൽ ഞാനൊരു ഹോം നേഴ്സിനെയും കൂടി ഏർപ്പാടാക്കാം മോളെ. അപ്പോൾ മോൾക്ക് കുറച്ചും കൂടി ധൈര്യം ആയല്ല. വേണ്ടമ്മേ, എനിക്ക് ഹോം നേഴ്സിൻ്റെ ആവശ്യമൊന്നുമില്ല, അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. പിന്നെ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ഞാൻ അമ്മയെ വിളിച്ചോളാം, അമ്മയും ഉണ്ട്, പിന്നെ നന്ദു ഉണ്ട്, എന്തിനാ ഞാൻ പേടിക്കുന്നത്? അതിൻ്റെ പേടിക്കേണ്ട യാതൊരു കാര്യമില്ലമ്മേ, ഞാൻ അവരെയൊക്കെ വിളിച്ച് നിർത്തിക്കോളാം എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ ദേവയാനിയും അതേപോലെ തന്നെ നയനയും കൂടി പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ആദർശ് ചോദിക്കുകയാണ്, എന്താ നിങ്ങൾ പോകാനായിട്ടായോ എന്ന് ചോദിച്ചപ്പോഴേക്കും പോകണമെന്നൊന്നുമില്ല, പിന്നെ അവിടെ ഞാനല്ലേ മൂത്ത മരുമകൾ, അനന്തപുരിലെ മൂത്ത മരുമകളാണ് ഞാൻ. അപ്പം ഞാനങ്ങനെ ഇറങ്ങി പോകുന്നത് ശരിയല്ലല്ലോ മോനെ, അപ്പോൾ പിന്നെ എനിക്ക് അവിടെ പിടിച്ച് നിന്നേ മതിയാവുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ ജയന് സംസാരിക്കുകയാണ്. ആദർശേ, അതുമാത്രമല്ല, നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകണമെന്നൊക്കെ മറ്റു ചിലരൊക്കെ അവിടെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇറങ്ങിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കതൊരു തരം കിട്ടിയതുപോലെ ആയി പോകില്ലേ, അതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നയനയാണെങ്കിൽ ഞങ്ങൾ 2 പേരെയും എത്രയും പെട്ടെന്ന് തിരിച്ചു വരണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. ആദർശേട്ടൻ്റെ ലക്ഷ്യങ്ങളെല്ലാം പൂർത്തിയാക്കി കഴിയുമ്പോഴേക്കും ഞങ്ങൾ 2 പേരും ഉടനെ തന്നെ അങ്ങോട്ട് തിരിച്ചു വരിക തന്നെ ചെയ്യുമെന്ന് നമ്മുടെ നയന പറയാണ്. അപ്പം ചന്തുമോളുടെ കാര്യം എന്താണെന്ന് ആദർശ് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പാവം ആ കുട്ടിക്കും വരണമെന്നും വല്ലാത്ത ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വേണ്ടിയാണ് മോൾ അവിടെ കൊച്ചിന് നിർത്തിയിട്ട് പോകുന്നത്. പിന്നെ ആദർശേട്ടാ, ഞാനിങ്ങോട്ട് പോരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചന്തുമോൾ ഒരുപാട് കരഞ്ഞു, ഒരു കണക്കിന് സമാധാനപ്പെടുത്തി ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ ആദർശാണെങ്കിൽ ചന്തുമോൾ നന്നായിട്ട് നോക്കിക്കോളാം അമ്മേ എന്നൊക്കെ പറയാണ്. അത് പിന്നെ എന്നോട് പറയേണ്ട കാര്യമുണ്ടോ? അവളുടെ മേലെ എനിക്ക് എപ്പോഴും ഒരു ശ്രദ്ധയുണ്ടാവും. പക്ഷേ എന്തൊക്കെ ശ്രദ്ധയുണ്ടെങ്കിലും മോളുണ്ടെങ്കിൽ മാത്രമേ ആ കുഞ്ഞിനൊരു സന്തോഷം ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറയാം. എങ്കിൽ പിന്നെ മക്കളെ ഞാൻ ഇറങ്ങട്ടെ എന്നൊക്കെ ചോദിക്കുകയാണ്. മോളെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അമ്മയെ വിളിച്ചോളാന്നേ, ഞാൻ അമ്മയെ വിളിച്ചപ്പോൾ ഇവിടെ വന്ന് നിന്നോളാന്നൊക്കെ പറഞ്ഞത്. എൻ്റെ അമ്മ ധൈര്യമായിട്ട് പോയിക്കോ, പിന്നെ ശനി ഞായറൊക്കെ ഞങ്ങൾ മോളെ കാണാൻ വരാട്ടോ. ശരി അമ്മേ. അങ്ങനെ ഇവർ 2 പേരും അവിടെ നിന്ന് പോവാണ്. അപ്പോൾ
നയനയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്ക് ആദർശിന് ഭയങ്കര ഒരു സന്തോഷമോ. ഇനി ആദർശ് നല്ല ഉഷാറായിട്ട് തന്നെ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് കടന്ന് പോകാനായിട്ട് പോവുകയാണ്. അപ്പോൾ നയനയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മയും അച്ഛനും പോകുന്ന ആ ഒരു രംഗം കാണിക്കുകയാണ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു സി അഗൈൻ. ബൈ ബൈ.